ഇന്ത്യയുടെ മതേതര പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടെന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. ഒരു വളം വെച്ചു കൊടുക്കരുത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പേരിൽ മതേതര വിശ്വാസികളെ വർഗീയവാദികളായി ചിത്രീകരിക്കരുത്. സമൂഹത്തിൽ സ്വാധീനമില്ലാത്ത സംഘടനകൾക്ക് അനാവശ്യ പ്രചാരണം നൽകുന്നതും ഗുണകരമല്ല. വർഗീയ ചേരിതിരിവുകളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനാകണം. മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്നതിനു പകരം സൗഹൃദമുണ്ടാക്കാനാണ് നാം ഒരുമിച്ച് ശ്രമിക്കേണ്ടതെന്നും രാജ്യത്തെ ജനാധിപത്യ മതേതര പാരമ്പര്യത്തോട് ചേർന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് കേരളത്തിലെ സുന്നികളുടേതെന്നും ബഹുസ്വര സൗഹൃദ ജീവിതം മതവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയും മതത്തിനകത്തു നിന്നുണ്ടാകുന്ന വിധ്വംസക ആശയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്ത പാരമ്പര്യമാണ് സുന്നികളുടേത്. മതവർഗീയതയും രാഷ്ട്രീയ വർഗീയതയും സമൂഹത്തെ ശിഥിലമാക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വർഗീയതയെ നിരാകരിക്കാൻ സമുദായ സംഘടനകളും പാർട്ടികളും സന്നദ്ധമാകണം. പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ തഹിയ റോഡസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, A മുഹമ്മദ് സഖാഫി എന്നിവരും സംസാരിച്ചിരുന്നു. സമ്മേളനം ഇന്നും നാളെയും തുടരും. ഇന്ന് വൈകുന്നേരം 5-ന് പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP പ്രഭാഷണവും നടത്തും. നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, കൾച്ചറൽ ഡയലോഗ് എന്നീ ഉപപരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ഡിസംബർ 27 ആരംഭിച്ച സമ്മേളനം പ്രശസ്ത അമേരിക്കൻ പണ്ഡിതൻ ഡോക്ടർ യഹിയ റോഡസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഡിസംബർ 28 വൈകിട്ട് 4:30 പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. MP ശശി തരൂർ, മുൻ മന്ത്രി C രവീന്ദ്രനാഥ്, കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, MP ഷാഫി പറമ്പിൽ, വ്യവസായി MA യൂസുഫ് അലി എന്നിവർ വിവിധ പരിപാടികൾക്കായി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.